ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് എപ്പോഴും പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? ട്രിംബ് എന്ന കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ഇതൊരു ചാരിയറ്റിൻ്റെ എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളിലേക്ക് പ്രപ്പോസലുമായിട്ട് വരുന്ന ഒരാളുടെ എനർജി. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പം എന്തെങ്കിലും ഒരു സ്ട്രഗിളിംഗ് ആണെങ്കിലും സ്ട്രഗിളിംഗ് അല്ലെങ്കിലും, അതായത് നോ കോൺടാക്റ്റ് ആണെങ്കിലും നോ കോൺടാക്റ്റ് അല്ലെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹത്തോടെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണത്. ഇമോഷണൽ ലോസ് ആണ്. ഇവർ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ്, ബിക്കോസ് മെമ്മറീസ് ആയിരിക്കാം, നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം. ഇപ്പം കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടെ നിൽക്കുമ്പോഴും നിങ്ങളൊരു പ്രത്യേക തരം നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുക. ഒരു മിസ്സിങ് എനർജിയാണത്. ഇമോഷണലി ലോസ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ടെംപ്റ്റേഷനാണ്. ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. മിസ്സിങ് റൊമാൻറ്റിക് എനർജിയാണിത്. ഹാർമണിയാണ്. ലവേഴ്സിൻ്റെ എനർജിയാണിത്. ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഒരു ലവ്, അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവുമായിരിക്കാം, ഒരു സോൾ കണക്ഷൻ. ഹാർമണി വന്നതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ഫൗണ്ടേഷൻ ചെയ്യണം, അതായത് പുതുക്കി പണിയണം എന്ന് ഈ പേഴ്സൺ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റി പുതുക്കണം, പുതുക്കി പണിയണം, അതായത് ഒരു ഫ്രഷ് ആക്കണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആണത്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു റിയൂണിയൻ പോസിബിലിറ്റി ആണ്. സെലിബ്രേഷൻ ആണ് ഇത്. ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള സെലിബ്രേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇപ്പം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകാം ഈ വ്യക്തിയുടെ കൂടെ. അപ്പം ആ ഒരു സന്തോഷം, എൻജോയ്മെൻറ്റ്, ഓക്കെ, ഹാപ്പിനെസ് കൊടുക്കുന്നതാണ് അവർക്ക്. ലവ് ബിഗിനിങ്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ന്യൂ ബിഗിനിങ് സ്റ്റേജ് ഇവിടെ ഉണ്ട്. ഡിസെപ്ഷൻ ആൻഡ് എൻവി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം കറൻ്റ്ലി അവർക്ക് ആ ഒരു എനർജി ഇല്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി പോയത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ടായിരിക്കും ഈ ഡിസെപ്ഷൻ എൻവി, അല്ലെങ്കിൽ നിങ്ങളെ എക്സ്ട്രാ മാരിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പം ആ ഒരു എനർജി ഇപ്പം ഇവിടെ ഇല്ല. ഇവിടെ റിവാർഡിൻ്റെത് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോവാണ്. നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ജസ്റ്റിസ് കിട്ടും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഇവിടെ ഉണ്ട്. മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണിൽ നിന്നും എന്നുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു ഈ പേഴ്സണെ കിട്ടാൻ വേണ്ടിയിട്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറാനൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഈ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമല്ല, അല്ലാതെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമ്പ്യൂട്ടർ, ഫോണ്, ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അങ്ങനത്തെ എന്തായാലും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്. അത് നടക്കാൻ പോവുകയാണ്. ഓക്കെ, മേ ബി നിങ്ങൾ അതിൻ്റെ സൈനുകളായിട്ട് 333 എന്നുള്ള നമ്പർ, 1111, അതുപോലെ തന്നെ മഴവില്ല്, വൈറ്റ് തൂവൽ, ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് അത് നടക്കാൻ പോകുന്നു, സക്സസ് ആകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ക്ലൂസ് ആണ്. ആൻഡ് ബാലൻസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരാൻ പോവുകയാണ്, ബാലൻസ്ഡ് ആവാൻ പോവുകയാണ്. ഷാഡോ ആണ്. നിങ്ങളുടെ ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്
എന്തെങ്കിലും ഷാഡോസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ഷാഡോ സെൽഫിനെ ക്യാരി ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മറക്കാത്തൊരു മുറിവായി നിൽക്കുന്നുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക. കാരണം അവർ ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ചു ചെയ്യാനോ അല്ലെങ്കിൽ പുറകോട്ട് പോയിട്ട് അത് തിരുത്താനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു നിമിഷം എങ്ങനെയാണോ അതിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് ഒരു ലൈഫേ ഉള്ളൂ. സോ അത് മാക്സിമം നമുക്ക് ആ ഒരു ജീവിതം കിട്ടുന്നത് പോലും ഭാഗ്യമാണ്. ഓക്കെ, അപ്പം അതിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോർഗീവ് ചെയ്യാം. ഓക്കെ, ഫോർഗീവ് ചെയ്ത് കളയുക. കാരണം ഈ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള നെഗറ്റീവ് വൈബ്രേഷൻ, പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം. അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിൽ അഗെയിൻ പ്രശ്നങ്ങൾ കൊണ്ടുവരത്തേ ഉള്ളൂ. ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ കാർഡ്സും ഷഫിൾ ചെയ്ത് കിട്ടിയത് നിങ്ങൾ കണ്ടതാണ്. ഒന്നും ഞാൻ എടുത്തിട്ടുള്ളതല്ല, എല്ലാം ഷഫിളിങ്ങിൽ വന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അറ്റ് ലാസ്റ്റ് ഫൈനലി ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ ഇതിനെല്ലാം അർത്ഥം ഒരു ന്യൂ ബിഗിനിങ്, പുതിയൊരു സ്റ്റേജ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന റൈറ്റ് പാത്താണ്. വളരെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക കേട്ടോ. ഇവിടെ ലവ് ബിഗിനിങ്ങും അതുപോലെ തന്നെ ഒരുപാട് കാർഡ്സ് നമുക്ക് റിയൂണിയൻ പോസിബിലിറ്റി കണ്ടു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ലാതെ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയ സ്നേഹവും ഒരു ഹാപ്പിനെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോഡിയാക് സൈൻ കൂടി നമുക്ക് നോക്കാം. ലിയോ വന്നിട്ടുണ്ട്, ഏരിയസ്, കാപ്രിക്കോൺ, ലിയോ അഗെയിൻ വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത്. പിന്നെ അതുമാത്രമല്ല, സബ് ചെയ്ത് വെക്കുമ്പോൾ കേട്ടോ, അതുമാത്രമല്ല ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് അത് ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം മുൻപേയും ആ ഒരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: നല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ചിരിക്കണ ഒരു സ്മൈലി കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, തൊഴിലുറപ്പിന് പോകുന്നതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് തൊഴിലുറപ്പിന് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. പക്ഷെ തൊഴിലുറപ്പിന് പോകുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ആളുകളോ ആണ് അതിന് പോവാത്തത്. എനിക്കിപ്പോൾ കറൻ്റ്ലി ജോലിയുണ്ട്. അതുപോലെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ജോലിയായിട്ട് ചെയ്യണത്. വെറുതെ ചെയ്യണതല്ല, ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ്. അപ്പം ഈ കമൻ്റ് ഇട്ട ആൾക്ക് നെയിം ഒന്നുമില്ല, എന്തോ ഒരു HHSS അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുള്ള ഒരു ഇമെയിൽ ID ആണത്. ഇതിനു മുൻപ് നേരത്തെ ഒരു കമൻറ്റ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നത്, ഇയാൾക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്, ഒന്ന് ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ചൊറിച്ചിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ തൊഴിലുറപ്പിന് പോവുക. ഈ കമൻറ്റ് ഇതുപോലെ ഇങ്ങനെ ചൊറിഞ്ഞു വന്ന് കമൻറ്റ് ഇടുന്നതിന് പകരം തൊഴിലുറപ്പിന് പോയിട്ട് തൂമ്പയെടുത്തിട്ട് കൊത്തുക. അപ്പം ആ ചൊറിച്ചിൽ അങ്ങ് മാറിക്കിട്ടും. ഇത് ചില കമൻറ്റുകൾ കാണുമ്പം സത്യം പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഓഫേഴ്സ് എപ്പോഴും മന്ത്ലി അവസാനമാണ് ആക്കൽ. അപ്പോൾ സജഷൻസ് വരുന്നുണ്ട്, മാസം അവസാനം ഓഫേഴ്സ് ആക്കാതെ മാസം ഫസ്റ്റ് ആക്കാൻ. കാരണം മാസം അവസാനമാകുമ്പോഴത്തേക്ക് ഫണ്ട് കയ്യിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഇനി മുതൽ നമ്മൾ മാസം ഫസ്റ്റ് തന്നെ ഓഫേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കഴിഞ്ഞ ഓഫർ നമ്മൾ വെറും 5 days ഇട്ടപ്പം ഒരുപാട് പേര് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓഫർ കഴിഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു 10 days കൂടി നമ്മൾ ഓഫേഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്ന് മുതൽ ഓഫർ ഉണ്ടാകും. ഒരു 10 ദിവസം മാത്രമാണ് കേട്ടോ.